കാശുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രൊഫൈൽ വർക്ക് കസ്റ്റമറിന് ചെയ്തു കൊടുക്കുക കേട്ടോ. സാധാരണക്കാരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഒരിക്കലും നിങ്ങൾ വെച്ചു കൊടുക്കരുത്. കാരണം അത് എക്സ്പെൻസ് ആണ് സാധനം ഒരുപാട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇത് പണി അറിയുന്നവർക്ക് കൊടുക്കുക. ഈ പണി അറിയാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ച് പോകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരാഴ്ച കൊണ്ട് കെട്ടുപോയ സാധനമാണ്. അതായത് ഒരാഴ്ച കത്തിയെന്നാണ് കസ്റ്റമർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഇലക്ട്രീഷ്യൻ വന്നിട്ട് പിന്നെ രണ്ടാമത് ശരിയാക്കി, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടു. അതിനുള്ളൊരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്ത്, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നില്ല, ആ സുഹൃത്ത് ഇവിടെ സ്റ്റാപ്ലർ അടിച്ചു വെച്ചാണ് പ്രശ്നം. കാരണം ഞാൻ അന്നേരം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാപ്ലർ അടിച്ചു വെക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ആ സുഹൃത്തിന് ആ ബുദ്ധി പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സ്റ്റാപ്ലർ അടിച്ചു വെച്ചാൽ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവും. കുറച്ച് കഴിയുമ്പോൾ എന്താവും, അതിൻ്റെ ഓപ്പോസിറ്റുകളിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത്, DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെറുതായി ലൂസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കരിഞ്ഞു നിൽക്കും. അപ്പോൾ അത് നേരെ ആ അലുമിനിയം ബോഡിയിൽ പോയി ടച്ച് ആവും. അപ്പോൾ അത് ഡ്രൈവ് പെട്ടെന്ന് അടിച്ചു പോകും. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാപ്ലറൊക്കെ ഉരുകി പോന്നിട്ട് ആ മറ്റേ ചാനലല്ല ക്യാപ്പിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുക. ഏറ്റവും വലിയൊരു കോമഡി പറഞ്ഞാൽ ഈ സുഹൃത്ത് ഈ സ്ട്രിപ്പ് ഒട്ടിച്ചു, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കെട്ടു. പിന്നെ ഈ കസ്റ്റമർ വിളിച്ചു, കത്തുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ അതൊക്കെ എന്തൊക്കെ ശരിയാക്കി. ഇതിന് മെയിനായിട്ട് ആദ്യം ഇട്ട സമയത്ത് തന്നെ കുറച്ച് പ്രകാശം പകുതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ആയപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു ഇത് കമ്പനിക്ക് വിളിച്ചു പറയണത് സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് നോക്കിയപ്പോൾ അത് സ്ട്രിപ്പിൻ്റെ, അവർക്കിത് വലിയ പിടുത്തം കിട്ടിയില്ല. അവർ കുറേ ഡ്രൈവൊക്കെ മാറ്റി നോക്കി, സ്ട്രിപ്പിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ചെയ്താണ് ഈ കാണുന്ന വയർ ഇട്ടിക്കുന്നത്. ഏകദേശം 10-25 മീറ്ററോളം അങ്ങനെ കൊണ്ടുപോയി DC വയർ 1mm 2 കോർ ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ 1mm 2 കോർ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അവിടെ 2.5 2 കോർ ഉപയോഗിക്കുക കേട്ടോ. DC വയർ പോണ സമയത്ത് നല്ല വയർ ഹീറ്റ് ആവും. പിന്നെ മെയിൻ പറഞ്ഞതിൻ്റെ 45 അടിച്ചതൊക്കെ പല ലെവലിലാണ്. പിന്നെ അത് സ്ക്രൂ ചെയ്തിട്ട് പലതും വളഞ്ഞും തിരിഞ്ഞിട്ട് ക്യാപ്പ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പുട്ടിയൊക്കെ ഇട്ടിട്ട് അതേപോലെ സിലിക്കോണൊക്കെ 45 കറക്റ്റാക്കിയ ഒരു ക്യാപ്പ് നമ്മൾ വാങ്ങിക്കൊടുന്ന എല്ലാം ലെവലാക്കി വെച്ചു കൊടുത്തു കേട്ടോ. ഇത് ലെവലല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രാണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടിട്ട് അത് അതിന് പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ വീണടക്കും. പിന്നെ അത് ഡോട്ടായി കാണും. ഇപ്പം ഉണ്ടോ അതേപോലെ 45 പക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെ അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഈ വർക്കിന് ചാർജ് വാങ്ങിയത് ഒരു 3500 രൂപ കേട്ടോ.